ദീപ എന്ന ഉണ്ണിമേരി 70കളുടെ അവസാനവും 80കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു. മലയാളത്തിനു പുറമെ കന്നഡ, തെലുങ്ക്, തമിഴ് സിനിമകളിലും ഉണ്ണിമേരി അഭിനയിച്ചിരുന്നു. ഗ്ലാമർ റോളുകളിലാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ നടി 13ാം വയസ്സിൽ നായികയായി. അതും നിത്യഹരിത നായകനായ പ്രേം നസീറിനൊപ്പം. 26 വർഷത്തിലധികമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ണിമേരി. ഉണ്ണിമേരിയുടെ ശരീരത്തെ മലയാള സിനിമ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട്. ലോക സിനിമയിൽ പോലും പേരുകേട്ട മലയാള സിനിമാ ലോകത്തിന് ഉണ്ണിമേരിയിലെ നടിയേക്കാൾ ആവശ്യം അവരുടെ ശരീര സൗന്ദര്യത്തെയായിരുന്നു. ആ ശരീര സൗന്ദര്യത്തെ ചൂഷണം ചെയ്തത് അവരിലെ നടിയോട് കാണിച്ച ഏറ്റവും വലിയ ചതികളിൽ ഒന്നായിരുന്നു. ഉണ്ണിമേരി എന്ന നടിയോടെ അല്പമെങ്കിലും നീതി കാണിച്ച സംവിധായകൻ അന്തരിച്ചുപോയ പി പത്മരാജനാണ്. ഒരു കാലഘട്ടത്തിൻ്റെ നിറസൗന്ദര്യമായ ഉണ്ണിമേരി എന്ന ദീപ പി പത്മരാജൻ ചിത്രങ്ങൾക്ക് കരുത്തുള്ള നായികയായിരുന്നു. ഉർവശി എപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞ ഒരു വാചകമുണ്ട്: ഉണ്ണിമേരിയോളം പോന്ന ഒരു സുന്ദരിയെ കണ്ടിട്ടില്ലെന്ന്. സിനിമയല്ല ജീവിതം എന്ന തൻ്റെ പുസ്തകത്തിൽ ഉണ്ണിമേരിയെക്കുറിച്ച് ഒരു അധ്യായം തന്നെ ഉർവശി എഴുതി ചേർത്തു എന്നത് വാക്കുകൾക്കപ്പുറമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ, തിങ്കളാഴ്ച നല്ല ദിവസം, സ്നേഹമുള്ള സിംഹം, കരിയിലക്കാറ്റുപോലെ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, കൃഷ്ണ ഗുരുവായൂരപ്പ, സംഭവാമി യുഗേ യുഗേ, കാട്ടരുവി എന്നീ ചിത്രങ്ങൾ ഓരോന്നും ഇന്നും മനസ്സിൽ മിന്നിമറഞ്ഞു പോകാത്ത സിനിമാ പ്രേമികൾ വളരെ കുറവാണ്. അതായിരുന്നു ഉണ്ണിമേരി എന്ന നായികയുടെ വിജയം. നായകനേക്കാൾ നായികയെ ഇഷ്ടപ്പെട്ടിരുന്ന തലമുറയിലെ നായിക വസന്തം ഉണ്ണിമേരി. ജോണി, ഉല്ലാസപ്പറവുകൾ, വീണ്ടും കോകില, മുന്താണി മുടിച്ചേ തുടങ്ങിയ തമിഴ് ചിത്രങ്ങൾ വളരെ ശ്രദ്ധേയം. ഈ ചിത്രങ്ങളിൽ പ്രേക്ഷകർക്കിഷ്ടം ഉല്ലാസപ്പറവുകളിലും ജോണിയിലും കമലിലും രജനിക്കുമൊപ്പമുള്ള പാട്ട് സീനുകളിലെ ക്ലോസപ്പ് ഷോട്ടുകളിലാണ്. കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ഉണ്ണിമേരി എന്ന നടി. തമിഴകത്തിനും തെലുങ്കത്തിനും അവർ ഉണ്ണിമേരി ആയിരുന്നില്ല, ദീപ ആയിരുന്നു. വിളക്കിലെ ദീപം പോലെ ജ്വലിച്ചു നിന്നവൾ അവരുടെ സ്വന്തം ദീപ. എന്നിട്ടും ലോക സിനിമയിൽ പോലും പേരുകേട്ട മലയാള സിനിമാ ലോകത്തിന് ഉണ്ണിമേരിയിലെ നടിയേക്കാൾ ആവശ്യം അവരുടെ ശരീര സൗന്ദര്യത്തെയായിരുന്നു. ആ ശരീര സൗന്ദര്യം ചൂഷണം ചെയ്തത് അവരിലെ നടിയോട് കാണിച്ച ഏറ്റവും വലിയ ചതികളിൽ ഒന്നായിരുന്നു.